ശനി ഞായറായതുകൊണ്ട് 2 ദിവസം നിന്നിട്ട് വരാമെന്ന് വെച്ചാൽ ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട്. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ ഇരിക്കുകയാണ്. അപ്പോൾ വണ്ടി ചാർജിനൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് തുടച്ച് ക്ലീനാക്കി വെച്ചു. അപ്പോഴാണ് മോൻ്റെ കണ്ണിൽ ഒരു മുണ്ട് കേട്ടോ. മേൽമുണ്ടായിട്ട് ഞങ്ങളുടെ കല്യാണത്തിന് ഉപയോഗിച്ചതാണ് സുരേട്ടൻ. അപ്പോൾ അതെടുത്തിട്ട് മുണ്ട് കൊടുക്കണമെന്നുണ്ട് നിന്ന്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ വറുത്തതുണ്ടായിരുന്നു, അപ്പക്കായും പയറും ഉപ്പേരി പപ്പടമൊക്കെ കൂട്ടിയിട്ട് കഴിക്കായിരുന്നു. മോൻ നേരത്തെ കഴിച്ചു പോയി. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. അമ്മ അപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു സാധനം കണ്ടത്. അച്ചാറും അതേപോലെ ലൂബിക്കായാണ് കേട്ടോ. മാങ്ങച്ചാറാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ലൂബിക്കായ ഞാൻ കുറേ അങ്ങനെ വലിയ കാര്യമായിട്ട് ഉപ്പിലിട്ടൊന്നും കഴിക്കാറില്ല. പക്ഷെ കണ്ടപ്പോൾ ഒരു കൊതിയായി. അപ്പോൾ ഭയങ്കര ഒരെണ്ണം കഴിച്ചെങ്കിൽ ഭയങ്കര പുളി. പിന്നെ കിട്ടിയത് ഒരു നല്ല ഒരുവിധം പഴുത്ത്, എന്നാലും പുളിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അധികം ഉപ്പിലിട്ടത് സ്വയം ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല, എന്നാലും കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നുണ്ട്. പിന്നെ പനി പിടിച്ചിട്ട് മുഖമൊക്കെ ആകെ ഒരു ജാതി 2 ദിവസമായിട്ട് ഭയങ്കര ക്ഷീണമൊക്കെയാണ്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ചെല്ലുമ്പോഴേക്കും മോൻ നല്ല ഉറക്കമായിട്ടാ. അപ്പോൾ ഞാനും മോൻ്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് എല്ലാ സാധാരണ അമ്മമാരെ പോലെ തന്നെ മക്കൾ ഉറങ്ങുമ്പോഴാണ് നമുക്കൊരു എന്താ പറയുക റിഗ്രറ്റ് അല്ലേ, ഒരു കുറ്റബോധമൊക്കെ വന്നു. അയ്യോ തല്ലി അല്ലെങ്കിൽ ചീത്ത പറഞ്ഞു, അവരെ വഴക്ക് പറഞ്ഞു, അതൊക്കെ നമുക്ക് എല്ലാ വിഷമവും തോന്നുന്നുണ്ട് അവർ ഉറങ്ങുമ്പോഴാണ്. പാവം തോന്നുന്നുണ്ട്. അവരെ എണീറ്റ് കഴിഞ്ഞാലോ ആകെ വഴക്കും ബഹളമായിരിക്കും. അപ്പോൾ ഞാനും അടുത്ത് നിന്ന് ഭയങ്കര കൊഞ്ചിക്കലും മുതലായിരുന്നു കേട്ടോ. അതിന് സന്ധ്യയപ്പോൾ സൂര്യചേട്ടൻ വന്നു. പിന്നെ അടുത്തുള്ളൊരു ചേട്ടനുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയി വർത്താനം പറയാം. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുത്തതിന് എന്നെ കളിയാക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമല വഴിയൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങി ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലൊക്കെ പോയി, വണ്ടിയമ്മ പോയി. അപ്പോൾ നൈറ്റ് റൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അത് എപ്പോഴും വരുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ വന്ന് ആ വഴിക്ക് പോകുമ്പോൾ ഞങ്ങൾ ദേശങ്ങളൊക്കെ കൊണ്ട് കുറേ അമ്പലത്തിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, അയ്യപ്പന്മാർക്കൊക്കെ. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ബേക്കറി തന്നെ ഉണ്ട്, പരിചയമുള്ള ബേക്കറി. അപ്പോൾ അവിടെ പോയി അവരുടെ അടുത്തൊക്കെ വർത്താനം വന്ന് നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ജിലേബിയും കിട്ടി. അത് കഴിച്ച് അവിടുന്ന് മടങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മുണ്ടൂര് പള്ളിയുണ്ട്. ആ പള്ളി പണി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് അതിൻ്റെ അടുത്തേക്ക് തന്നെ പോണത്. കുറേ വർഷങ്ങളായി പണി കഴിഞ്ഞിട്ട് പുതിയ പള്ളി ആക്കിയിട്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ തെച്ചിക്കോട്ടുകാവ് അമ്പലമുണ്ട്, അവിടെയും വിളക്കായിരുന്നു കേട്ടോ. അവിടെ പോയി ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് വണ്ടിയുമ്പോൾ ഞങ്ങളോട് പോന്നു. അങ്ങനെ അപ്പോൾ അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. സുരേഷൻ്റെ ഹെൽമെറ്റ് അവനാണ് എടുത്ത് വെച്ചത്, അവന് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കണ്ടില്ല, അവൻ്റെ മുഖം കാണാൻ പറ്റില്ല. അത് പറഞ്ഞിട്ട് ഞങ്ങൾ ഗംഭീര ചിരിയായിരുന്നു. അങ്ങനെ വീണ്ടും അവിടുന്ന് കറങ്ങി അടിച്ച് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോന്നു. അങ്ങനെ ഒരു കഫേ കണ്ടു. പിന്നെ എല്ലാവരും ആഗ്രഹം പോലെ തന്നെ രാത്രി ഒരു ചായ കുടിക്കുക അല്ലെങ്കിൽ കാപ്പി കുടിക്കുക. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് എന്ത് നോക്കി എന്ത് ഡീസൻ്റായിട്ട് അവിടുത്തെ കഴിക്കണേ നോക്ക്. അങ്ങനെ അവനും ഞാനും ഒക്കെ, ഞാൻ കട്ടൻ കാപ്പിയാണ് കുടിച്ചത്, മോനും സുരേഷേട്ടനും പാൽ കാപ്പിയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ വീണ്ടും എന്നെ കളിയൊക്കെ ഉണ്ട്. അതാണ് എൻ്റെ ഈ പുഞ്ചിരി. അത് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അവന് ചിക്കൻ വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.